നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ മാസത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. ഈ ഡിസംബർ മാസത്തോടു കൂടി തന്നെ 2024 അവസാനിക്കുകയാണ്. 2025 എന്ന പുതുവർഷം അതിനുശേഷം തുടങ്ങാനും പോവുകയാണ്. അപ്പോൾ 2024 ഡിസംബർ മാസത്തിൽ ഏറ്റവും ഭാഗ്യമനുകൂലത്തിൽ വരാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഏവരും പുതുവർഷം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 2024 കഴിഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ മാറി 2025 ഭാഗ്യം വരാൻ പോകുന്നത് എന്ന്. അപ്പോൾ പുതുവർഷത്തിലൂടെ നേട്ടങ്ങളും ഭാഗ്യവും എത്തുമെന്നതും. എങ്കിൽ അറിഞ്ഞോളൂ, ഈ വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ തന്നെ ചില നക്ഷത്രക്കാരെ ഭാഗ്യവും നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ തേടി വരാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ ഏറ്റവും ഭാഗ്യം ലഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഡിസംബർ മാസം ഭാഗ്യദായകമായ ആ മാസത്തിൽ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മറന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവിക്കാനും ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാ ദുരിതങ്ങളും അവസാനിച്ച നല്ലൊരു കാലമായിരിക്കും ഈ വരാൻ പോകുന്ന ഡിസംബർ മാസമെന്ന്. അതായത് 2024 ഭൂരിഭാഗ സമയവും ദോഷമായിരുന്നു, ഭൂരിഭാഗ മാസവും ദുരിതങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിലും അതേ തന്നെയായിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ അവസാന മാസം, അതായത് ഡിസംബർ മാസം വളരെ ഭാഗ്യദായകവുമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി ഒരുങ്ങുന്നത്. ഉയർച്ചയിലേക്ക് കടക്കാനുള്ള ഭാഗ്യം തെളിയുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തൊടുന്നതൊക്കെയും പൊന്നായി മാറുന്ന സമയം, തൊടുന്നതെല്ലാം അവസരങ്ങളായി നമ്മളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയത്തിനാണ് ഡിസംബർ മാസത്തോടു കൂടി തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഡിസംബർ മാസത്തിൽ എന്തെങ്കിലും എക്സാമുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ഒരു വിജയം കരസ്ഥമാക്കാനും ഈ അവസരത്തിൽ സാധിക്കുന്നതാണ്. പ്രശസ്തിയും ഭാഗ്യവും തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും അതുവഴി നേട്ടവും ഒക്കെ നമ്മൾക്ക് അശ്വതി നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ദൗർഭാഗ്യമെല്ലാം അകലുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം. നമ്മൾക്ക് ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്ന ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് തൊടുന്നതൊക്കെയും നഷ്ടത്തിലേക്കും നാശത്തിലേക്കും കലാശിക്കുന്നത്. അപ്പോൾ ഭാഗ്യ സമയമാണ്. ദൗർഭാഗ്യങ്ങൾ അകലുകയും ഭാഗ്യം വരികയും ചെയ്യുമ്പോൾ എന്ത് തൊട്ടാലും അതൊക്കെ നേട്ടത്തിൽ തന്നെ എത്തുകയും ചെയ്യുന്ന ഒരു സമയത്തിനാണ് ഡിസംബർ മാസം മുതൽ തുടക്കമാകാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിപാട് ഈ ഡിസംബർ മാസത്തിൽ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ കദളിപ്പഴം, പാൽപ്പായസം എന്നിവ നടന്ന കദളിപ്പഴം സമർപ്പിച്ച് അതോടൊപ്പം പാൽപ്പായസം വഴിപാട് കൂടി സമർപ്പിച്ചാൽ മാത്രം മതി. അതോടൊപ്പം നിങ്ങൾക്ക് തുളസിമാല കൂടി സമർപ്പിക്കാവുന്നതാണ്. ഈ 3 കാര്യം നിങ്ങളൊന്ന് ഭവനത്തിന് അടുത്തുള്ള, അതായത് സ്ഥലദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതാണ് ഏറ്റവും ഗുണകരമായി ശോഭിക്കുന്നത്. എല്ലാ ദൈവങ്ങളും അനുഗ്രഹം തരുമെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയും വിളിയൊക്കെ കേൾക്കുന്നത് സ്ഥലദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല, അതേപോലെ തന്നെ കദളിപ്പഴം, പാൽപ്പായസം എന്നിവ അർച്ചന കഴിപ്പിക്കുക, നേർച്ച ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. എങ്കിലും പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ ഡിസംബർ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു പ്രാവശ്യമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ കഴിപ്പിച്ചാൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും തേടിയെത്തുന്ന ഒരു മാസമായിരിക്കും ആയില്യം നാളുകാർക്ക് ഡിസംബർ മാസം. ഇനി ബിസിനസ്സുകാർക്കായിരിക്കും ഈ ഒരു മാസം അല്പം കൂടി നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നത്. കാരണം ബിസിനസ്സിൽ വളരെയേറെ നേട്ടം കൊയ്യാൻ നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിൽ സാധിക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നേട്ടങ്ങളിൽ നിന്നല്ല കോട്ടങ്ങളായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ സാമ്പത്തികമായി എല്ലാ തടസ്സങ്ങളും അകലുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ മൂലം നിങ്ങൾ വലയുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ഡിസംബർ മാസത്തോടുകൂടി തുടങ്ങാൻ പോകുന്നത്. എല്ലാ ബാധ്യതകളും നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണ്. അതായത് കടബാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളാൽ വലയുന്ന ആളുകൾക്കൊരു പരിഹാരവും ഒരു സന്തോഷ വാർത്തയുമാണ്. കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്തുണ്ടാകുന്നതാണ്. ഡിസംബർ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് നിങ്ങളിതൊരു പരിഹാരമായതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിൽ അന്നദാനം പോലെയുള്ള വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ശുഭകരമായ ഒരു മാസമാണ് നിങ്ങൾക്ക് ഡിസംബർ മാസം. എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനായി ദാനധർമ്മങ്ങളിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്.
നല്ല സമയമാണ് ഡിസംബർ മാസത്തോടുകൂടി തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരംഭിക്കാൻ പോകുന്നത്. ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാത്ത ഒരു മാസം എന്നതിനെ വിശേഷിപ്പിക്കാം. നമ്മൾക്കിപ്പോൾ കണക്കെടുത്ത് 2024 കാര്യം നോക്കുകയാണെങ്കിൽ 2024 ഡിസംബറിന് മുന്നേ ഉള്ള മാസങ്ങളിലൊക്കെയും ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞൊരു മാസമാണെങ്കിൽ ഡിസംബർ മാസത്തെ നമുക്ക് പൊതുവെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളെല്ലാം അകന്നു പോകുന്ന ഒരു മാസമായിട്ട് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിജയവും സമ്പത്തും അധികാര പദവിയൊക്കെ നേടാനും ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി മക്കളാൽ സന്തോഷത്തിനുള്ള യോഗം കൂടി മാതാക്കൾക്ക് ഉണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കൾ നിമിത്തം വളരെ വലിയ രീതിയിൽ സന്തോഷിക്കാനൊക്കെയുള്ള നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. നേട്ടം, ഉയർച്ച തുടങ്ങിയവ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഡിസംബർ മാസം. നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയാണ്. അടുത്ത ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് എന്നാണോ പറ്റുന്നത്, നിങ്ങളുടെ നക്ഷത്രം വരുന്ന സമയം ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ എന്നാണോ നിങ്ങൾക്ക് കഴിയുന്നത് ആ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഡിസംബർ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. വളരെയേറെ ശ്രേഷ്ഠമായ ഫലങ്ങൾ നിങ്ങളെ തേടി ഡിസംബർ മാസത്തിൽ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ മറക്കണ്ട. അടുത്ത നക്ഷത്രം മകമാണ്. വളരെ നല്ല സമയമാണ് മകം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസത്തിൽ എത്താൻ പോകുന്നത്. ആഗ്രഹങ്ങളൊക്കെയും പൂവണി. ഒരുപാട് നാളായി നമ്മൾ മനസ്സിലിട്ട് നടക്കും, പിന്നെ നടക്കും, നാളെ നടക്കുമെന്ന് കരുതിക്കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് നാളായി, അത് ഇന്നും ഇന്നലെയല്ല, ചിലപ്പോൾ ഒരു 2-3-4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കരുതിയിരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പഴക്കം ചെന്ന ചില ആഗ്രഹങ്ങളുണ്ടെന്ന് പറയില്ലേ, അതേപോലെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ വളരെയേറെ പ്രാർത്ഥിച്ച് വളരെ കാത്തിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ദേവീ ക്ഷേത്ര ദർശനവും നടത്തി ചുവന്ന പൂക്കളാൽ മാല സമർപ്പിക്കുക. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തി അതുവഴി അടുത്ത ഭഗവതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി നിങ്ങൾക്ക് അപ്പോൾ തലേന്ന് തന്നെ ചുവന്ന പൂക്കൾ, ചെമ്പരത്തിപ്പൂവാകാം അല്ലെങ്കിൽ തെറ്റിപ്പൂവാകാം, അങ്ങനെ ചുവന്ന നിറത്തിലുള്ള പൂക്കളാൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു മാല, ഒരു ചെറിയൊരു മാല കൊരുത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ആവലാതികളും വിഷമങ്ങളും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മയോട് പ്രാർത്ഥിച്ച് ആ മാല, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടിയ മാല ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. കുടുംബ സന്തോഷം വർദ്ധിക്കുന്നതിനും സർവ്വവിധ ദുരിതങ്ങളും അകന്ന് ഒരു ഭാഗ്യദായകമായ ജീവിതം ഡിസംബർ മാസത്തിൽ മാത്രമല്ല തുടർന്നും ഭാഗ്യദായകമായ ഒരു ജീവിതം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിന് വേണ്ടി ഈ ഒരു വഴിപാടിനാൽ തന്നെ സാധ്യമാകുന്നതാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭാഗ്യസമയം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഡിസംബർ മാസം. ദൂരയാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയമാണ്. അത് ജോലി ആവശ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടാകാം, അല്ലെങ്കിൽ വിദേശത്ത് ബന്ധുക്കളെ കാണാൻ പോകുന്നതാകും. എങ്ങനെയായാലും നിങ്ങൾക്ക് ദൂരയാത്രയ്ക്കുള്ള ഒരു അവസരം തെളിയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക എന്നതാണ്. ഡിസംബർ മാസം വരാൻ പോകുന്ന മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സാധ്യമാകുന്ന ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. നേട്ടം, ഉയർച്ച, ഭാഗ്യം എന്നിവയൊക്കെയും സിദ്ധിക്കുന്നതിന് ഇത് നിമിത്തം സാധ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ സൗഭാഗ്യ സമ്പന്നമായ ഒരു മാസമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഡിസംബർ മാസം. അതുകൊണ്ട് തന്നെ ബന്ധു സമാഗമം ഉണ്ടാകുകയും അതുവഴി നിങ്ങളുടെ മുടങ്ങിക്കിടന്ന ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ അകന്നുപോയ ആളുകളുണ്ടല്ലോ, അതൊക്കെയും വീണ്ടും ഒരുമിക്കുന്നതിന് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ബന്ധങ്ങൾ അകന്നുപോയ നിമിത്തമുണ്ടായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളും വിഷമങ്ങളും ഒക്കെയും അകന്നുപോയി നല്ലൊരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ദുഃഖദുരിതങ്ങൾ നീങ്ങുന്ന ഒരു മാസമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഡിസംബർ മാസം. പരാജയം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു മാസമാണ് ഡിസംബർ മാസം. സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്, ടെസ്റ്റുകൾ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും ശുഭകരമായ ഒരു വർത്തമാനം ശ്രവിക്കാൻ കഴിയുന്ന മാസമായിരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം സിദ്ധിക്കുകയും അതേപോലെ തന്നെ കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സൽസന്താന ലബ്ധി കാണുന്നുണ്ട്. വാഹന ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ വിവാഹത്തിനായി കാത്തിരിക്കും. ഒരുപാട് നാളെ വിവാഹം വൈകി, ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വിവാഹയോഗം കൂടി തെളിയുന്ന സമയമാണ്. ഡിസംബർ മാസം അനുഭവത്തിൽ വരുമ്പോൾ വളരെയേറെ മാറ്റവും നിങ്ങൾക്ക് നേട്ടങ്ങളുമായിട്ട് തന്നെയായിരിക്കും പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. കുടുംബ സന്തോഷം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം. ഇനി കേസ് തർക്കങ്ങളൊക്കെ പെട്ടുകിടക്കുന്ന ആളുകളുണ്ടോ, അപ്പോൾ അവർക്കൊക്കെയും സന്തോഷിക്കാനുള്ള വകയുണ്ട്. മോചനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കേസുകളിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകുന്ന സമയമാണ്. ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു വഴിപാട് മാത്രമാണ് ഡിസംബർ മാസത്തിൽ. അടുത്തുള്ള സ്ഥലദൈവത്തിന് ദേവീക്ഷേത്ര ദർശനം നടത്തി കുങ്കുമാർച്ചന സമർപ്പിക്കുക. പിന്നെ അതോടൊപ്പം ചെയ്യേണ്ടത്, അത് ഏവരും ചെയ്യേണ്ടതാണ്, ദിനവും ചെയ്യേണ്ടതാണ്. ദിവസവും
സന്ധ്യാനാമം ചൊല്ലുക. രാവിലെയും വൈകിട്ടും ഇഷ്ടദേവനാരോ ദേവിയാരോ പ്രാർത്ഥിക്കുക. സന്ധ്യാനാമം ഇരുന്ന് ജപിക്കാൻ സമയമില്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് തിടുക്കമായിട്ട് നിൽക്കുക, രാവിലെ ജോലിക്ക് പോകണം എന്നൊക്കെ പല കാരണം ഉണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറക്കുന്നില്ലല്ലോ, അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ ചെന്ന് ഒന്ന് മനസ്സൊന്ന് പ്രാർത്ഥിച്ച് അല്പം ഭസ്മം എടുത്ത് നെറ്റിയിലിട്ടിട്ട് ഇറങ്ങിക്കോളൂ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങൾക്ക് അന്നത്തെ ദിവസം വളരെ ശുഭകരമായി കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ദുരിതങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനവും ആശ്വാസവും ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വരാൻ പോകുന്ന ഡിസംബർ മാസം. അപ്പോൾ ഡിസംബർ മാസം വരാൻ പോവുകയാണ്. ഇത്രയും നക്ഷത്രക്കാർക്ക് ഏവർക്കും നല്ല ദിവസങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നതും ഒക്കെയും. പക്ഷേ എന്നിരുന്നാൽ പോലും 27 നക്ഷത്രക്കാർ അല്പം ഭാഗ്യം കൂടുതലായി ലഭിക്കാൻ പോകുന്ന, ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെന്നില്ലേ. അപ്പോൾ ഈ വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെ സുന്ദരവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ ഉണ്ടാകുന്ന കാത്തിരിക്കുന്ന ഒരു മാസമായിരിക്കും വരാൻ പോകുന്ന ഡിസംബർ മാസം.